2255. ഒരു നമ്പറിൽ തന്നെ നമുക്കൊരു വ്യക്തിയെ ഐഡന്റിറ്റി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് ലാൽ എന്നായിരിക്കും. നമ്മുടെ സ്വന്തം ലാലൻ. നമ്മളിത് പ്രവേശിക്കുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിലോട്ടാണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ. അദ്ദേഹത്തിന്റെ പേരിൽ നൽകുന്ന ഒരു പുരസ്കാരം കൂടിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇന്ത്യൻ സിനിമാ രംഗത്തെ മികച്ച സംഭാവനകൾക്ക് നൽകുന്ന ഒരു പരമോന്നത പുരസ്കാരം കൂടിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇത് ആദ്യമായി നൽകി തുടങ്ങുന്നത് 1969 ലഭിച്ചത് ദേവിക റാണിക്ക്. പിന്നീട് ആദ്യമായിട്ട് ഇത് മലയാളത്തിലേക്ക് പ്രവേശിക്കുന്നത് 2004 2004 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളി ഒരു സംവിധായകനായിരിക്കുന്ന നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. ശേഷം 20 വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിലേക്ക് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവുമായി മോഹൻലാൽ കടന്നു വരുന്നത്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ. 2001 രാജ്യം പത്മശ്രീ പുരസ്കാരവും 2009 ലഫ്റ്റനന്റ് കേണൽ പുരസ്കാരവും 2019 ഇന്ത്യയിലെ 3ാമത്തെ സിവിലിയൻ ബഹുമതിയായിരിക്കുന്ന പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഭരത് മോഹൻലാൽ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് 2025 പ്രഖ്യാപിച്ചത്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മോഹൻലാലിനാണ്. 55ാമത് പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. 6 തവണ സംസ്ഥാനത്തെ മികച്ച നടനായിട്ടും 2 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ഒരു വ്യക്തിയും കൂടിയാണ് പത്മശ്രീ ലഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാൽ.